പശ്ചിമബംഗാളിലും ബീഹാറിലും SIR-ന്റെ പേരിൽ വിവാദ നീക്കം തുടങ്ങാൻ പോകുന്നു. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ സർക്കാർ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ, റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് SIR-ൽ, അതായത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ മാറ്റാനാണ് തീരുമാനം. ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആളുകൾക്ക് ആനുകൂല്യം നൽകുന്ന എന്തിനാണെന്ന് വരെ ബംഗാളിലെ ഒരു മന്ത്രി അഗ്നിമിത്ര അപ്പോൾ ചോദിച്ചു. PR അരവിന്ദ് ചേരുന്ന വിശദാംശങ്ങളുമായി. പറയൂ അരവിന്ദ്, അത് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തില്ലേ? ഒരു വലിയ വിവാദത്തിന് തന്നെയാണ് ഇപ്പോൾ തിരികൊളുത്താൻ പോകുന്നത്. കാരണം നമുക്കറിയാം, ബംഗാളിലും ബീഹാറിലും SIR-ന് പിന്നാലെ ലക്ഷക്കണക്കിന് പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത്. ബംഗാളിൽ വോട്ടെടുപ്പ് പൂർത്തിയാവുകയും ഫലം വരികയും പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ചില നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകണ്ട എന്നതാണ് നിലവിൽ ബംഗാൾ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അതിൽ പ്രധാനമായും സർക്കാർ പദ്ധതികളിൽ നിന്ന് പട്ടികയിലില്ലാത്തവരെ ഒഴിവാക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ, അതോടൊപ്പം തന്നെ റേഷൻ പോലും ഇവർക്ക് നൽകേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് ബംഗാൾ സർക്കാർ ഇപ്പോൾ പോകുന്നത്. അതേസമയം ബീഹാർ സർക്കാർ ആകട്ടെ ഒരു പടി കൂടി മുകളിലേക്ക് കടന്ന് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. എന്തായാലും വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് അടക്കം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ SIR നടപടികൾക്കെതിരെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന ഒരു വേളയാണ്. കാരണം ബംഗാളിൽ ആദ്യഘട്ടത്തിൽ 91 ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. പിന്നീട് 34 ലക്ഷത്തോളം പേർ പരാതി നൽകുകയും ഈ പരാതിയിലുള്ള പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 7 ലക്ഷം പേർക്ക് മാത്രമാണ് വോട്ടിടാൻ അവസരം ലഭിച്ചത്. ഇവരുടെ പരാതികൾ ഇപ്പോഴും പരിശോധിച്ചു വരുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഇത്തരം നടപടികൾ അത് ഒരു ഭരണഘടനാ വിരുദ്ധമെന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിന് ബംഗാൾ, ബീഹാർ സർക്കാരുകളുടെ നടപടി കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് സർക്കാരുകൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇവർ നുഴഞ്ഞുകയറ്റക്കാരാണ്, ഇവർ ഇത്തരത്തിൽ പട്ടികയിൽ ഇല്ലാത്തവരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് എന്തിനാണ് ആനുകൂല്യങ്ങൾ നൽകുന്നതെന്ന ചോദ്യമാണ് ബംഗാൾ മന്ത്രിമാരടക്കം ഉയർത്തുന്ന ചോദ്യം. കാരണം സ്ത്രീകൾക്കടക്കം മാസം 1000 രൂപ കിട്ടുന്ന പദ്ധതികൾ ബംഗാൾ സർക്കാർ ആരംഭിച്ചിരുന്നു. ഈ പട്ടികയിലില്ലാത്ത സ്ത്രീകൾക്ക് ഈ പണം ലഭിക്കില്ല എന്നതാണ് നിലവിൽ മനസ്സിലാകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയാകും ഈ പുതിയ നീക്കം വഴിവെക്കുക. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.